ഈ കാണുന്ന സംഭവം നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താലോ. അത് തന്നെ നമ്മുടെ ലോഡർ ഫ്രൈസ്. ഇനി ഇത് കഴിക്കാനായിട്ട് നമുക്ക് പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് 3 ഉരുളക്കിഴങ്ങ് ഇതേപോലെ തൊലി കളയാം. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല, എന്തായാലും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിന് ഇതേപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കണം. ഇനി ഇത് തിളച്ച് വരുമ്പോൾ വേറെ പാത്രത്തിലിട്ട് നമുക്ക് കോൺഫ്ലവർ പൊടിയിട്ടൊന്ന് പൊരിച്ചെടുക്കണം. എന്നെപ്പോലെ ഇതുവരെ ലോഡർ ഫ്രൈസ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ പറ്റൂ. എന്തായാലും പാളി പോകില്ല, അത് ഞാൻ ഉറപ്പുവരാം. ഇനി ചിക്കൻ എടുക്കുമ്പോൾ ഇതേപോലെ എല്ലില്ലാത്ത കഷ്ണം വേണം എടുക്കാൻ. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെക്കുക. ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ചിക്കൻ ഒന്ന് വെന്ത് വന്നാൽ നമ്മുടെ ലോഡർ ഫ്രൈസിന്റെ കാര്യത്തിലേക്ക് ഏകദേശം തീരുമാനമാവും. പിന്നെ ചിക്കൻ പൊരിക്കുമ്പോൾ നന്നായിട്ട് മൊരിയാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഫ്രഞ്ച് ഫ്രൈസിലോട്ട് ഈ പൊരിച്ച ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തേക്കാൾ ഒന്നും കൂടെ ചെറുതാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. ചെറുതായാലും വലുതായാലും നമുക്ക് കഴിക്കാൻ കിട്ടിയത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് ലൂസായിട്ടുണ്ട്, പിന്നെ കുഴപ്പമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് തക്കാളി ഉള്ളി ഇതേപോലെ ചെറുതാക്കി നമുക്ക് കടിച്ചാൽ കിട്ടാത്ത രൂപത്തിലൊന്ന് അരിഞ്ഞിട്ടിടണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ലേസ് 5 രൂപയുടെ ലേസ് പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് കൂടുതലില്ല കേട്ടോ. ഞാനിവിടെ 5 രൂപേൻ്റെ ലേസ് ഇതേപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോഡർ ഫ്രൈസ്. ഇത്ര ഈസിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.